എന്റെ വീഡിയോ കാണുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് ആൾക്കാർക്ക്. ഒന്നാമത്തെ ഓപ്ഷൻ നമ്മളെല്ലാവരും എലികളായിട്ട് തന്നെയാണ് അവർ കൺസിഡർ ചെയ്തേക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം 1950 ഫാക്ടറി വർക്കേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ജസ്റ്റ് സ്ലേവ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് മുതലാളിക്ക് വേണ്ടി പണിയെടുത്ത് പണം ഉണ്ടാക്കി കൊടുക്കുന്ന കുറവ് അടിമകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പണിയില്ലാതെ എല്ലാവരും നടക്കുന്നത്. ഓക്കെ, ഞാൻ ഉൾപ്പെടെ ഇതെല്ലാം തിരിച്ചതിന് ശേഷമാണ് ഇതിൽ നിന്ന് മാറിയത്. ആ മാറിയ കാര്യം നിങ്ങളോട് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ആ ഒരു ലാംഗ്വേജ് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ശരിയാണല്ലോ നമ്മൾ മാറണം, അപ്ഡേറ്റ് ആവണം എന്ന് പറഞ്ഞ് കണ്ണ് തുറക്കണം, ബ്രെയിൻ തുറക്കണം, എന്നിട്ട് പ്രതികരിക്കണം ഇതിനെതിരെ. ഓക്കെ, രണ്ടാമത്തെ കാര്യം, എലിയായിട്ട് തന്നെ ജീവിച്ച്, എലിയായിട്ട് തന്നെ പണിയെടുത്ത്, എലിയായിട്ട് തന്നെ മരിക്കാം. പക്ഷെ മരിക്കില്ല, അതിനു മുമ്പ് അവർ നശിപ്പിക്കുന്ന രീതി കൊല്ലും. ഓക്കെ, 2030 ആകുമ്പോൾ ആ രീതി അനുഭവിക്കേണ്ടി വരും. അപ്പോൾ എലികൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, എലിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞങ്ങളെ പോലെ മാറി ചിന്തിക്കുക. അതായത് ഈ പറയുന്ന അപ്പൂമാരെ എല്ലാം താഴെ ഇറക്കിക്കൊണ്ട്, അതോടൊപ്പം നമ്മുടെ ഭാവിയാണ്, അല്ലാതെ അപ്പൂമാരുടെ ഭാവിയല്ല. ഇപ്പൊ തന്നെ കേരളത്തിന് 5 ലക്ഷം കോടി കടം. എവിടെ നിന്നാണ് കടം? ഇവിടെ ആർക്കും യാതൊരുവിധ ഫെസിലിറ്റീസ് കൊടുക്കുന്നില്ല, റോഡ് പണിയുന്നില്ല, ഫ്രീ ആയിട്ടുള്ള ചികിത്സയില്ല, യാതൊരുവിധ കാര്യമില്ല. പക്ഷെ ഇൻകം, GST എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ടാക്സ് റവന്യൂ ഉണ്ട്, അതോടൊപ്പം തന്നെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ 5 ലക്ഷം കോടി എന്ത് ചെയ്തു? ഇതെന്താണിത്? അപ്പൊ ഇതൊക്കെ ചിന്തിക്കണം. ഇതൊന്നും ചിന്തിക്കാണ്ടിരിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ ആ ഒരു പീനൽ ഗ്ലാൻഡിൽ ഫ്ലൂറൈഡ് എന്നുള്ള ആ ഒരു വിഷം കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തത്. ഓക്കെ, അതായത് കുടിക്കുന്ന വെള്ളത്തിലുള്ള ക്ലോറിൻ ഫ്ലൂറൈഡ്, മൈക്രോ പ്ലാസ്റ്റിക്. അപ്പൊ ഇതൊന്നും ചിന്തിക്കില്ല. അതോടൊപ്പം നിങ്ങളെ കൊണ്ട് EMI കാര്യങ്ങളെല്ലാം പെടുത്തും. ഓക്കെ, അതായത് ബാധ്യതകളിൽ കൊണ്ട് പെടുത്തും. അപ്പോൾ നിങ്ങളുടെ ജീവിതം അതിലേക്ക് ഒതുങ്ങും. അപ്പോൾ ഇതെല്ലാം അവരുടെ ടാറ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കാറിന്റെ GST എല്ലാം കുറച്ചു, അല്ലെ? ഇപ്പോഴും കുറെ കാറുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ EMI എല്ലാം വെച്ചിട്ട്. പക്ഷേ ഈ കാറിൽ എവിടെയിട്ട് ഓടിക്കും? അതിനുള്ള റോഡ് ഇവിടെ ഉണ്ടോ? ബ്ലോക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവർ മെർക്കുറി മിക്സ് ആയ പെട്രോളും കാര്യങ്ങളെല്ലാം ഇവിടെ അടുപ്പിക്കുന്നു. അപ്പൊ എമിഷൻ കൂടും. അതോടൊപ്പം കാടും മേടെല്ലാം വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ പോലും അറിയാതെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരാളത് പറഞ്ഞു തരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു അറിവ് കിട്ടുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണവരാണ് വയസ്സായിട്ടുള്ള ആൾക്കാർ. അല്ലാത്ത ആൾക്കാർ വിഡ്ഢികൾ, അവർ മരിച്ചു കഴിഞ്ഞ് പോകണം. അവർക്ക് എന്നോട് യാതൊരുവിധ പ്രശ്നം തോന്നിയാലും എനിക്ക് യാതൊന്നുമില്ല. ഓക്കെ, കാരണം നിങ്ങളെ കൊല്ലാനും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാനും ശ്രമിക്കുന്ന കാര്യം നിങ്ങളോട് വന്ന് പറയുമ്പോൾ ആ പറയുന്ന ആളെ ചീത്ത പറയുന്നു, അല്ലെങ്കിൽ അയാളെ ഇഷ്ടമല്ലാതായിരിക്കുന്നത് നോ ഇഷ്യൂ. ഓക്കെ, സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതം തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, അല്ലെങ്കിൽ LDF, UDF, BJP എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു, അല്ലെങ്കിൽ കോടതി എന്ന് പറഞ്ഞ് കോടതി നടക്കുന്നു. ഇപ്പോഴും ഡെമോക്രസീനെ വളരെ വലിയ രീതിയിൽ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞു 2500 പാർട്ടികൾ ഇന്ത്യ എന്നുള്ള രാജ്യത്തുണ്ട്, അതോടൊപ്പം 22 ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ അത് വേറൊരു രീതിയിൽ ചിന്തിക്കുക. അത് പുള്ളി ഒരു അപ്രിഷിയേഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ. പക്ഷെ അത് വേറെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ 140 കോടി ജനങ്ങളിൽ ഇത്രയും ഡിവൈഡ് ചെയ്തു എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഡിവൈഡ് അല്ലേ ചെയ്യേണ്ടത്? ഡെമോക്രസി എന്താ ജാതി മതം വേർപാടൊന്നും അല്ല വേണ്ടത്. ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന് ജോലി വേണം. ഓക്കെ, അല്ലെങ്കിൽ അവർ എന്റർപ്രണേഴ്സ് ആവണം. അതോടൊപ്പം പുള്ളി പറഞ്ഞു ഇനി എല്ലാം ഇന്ത്യ ഉണ്ടാക്കണം, ഇന്ത്യ എല്ലാം ഡിപ്പെൻഡ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. പക്ഷെ ഇന്ത്യ ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം കൺസ്യൂമേഴ്സ് മാത്രമായിട്ടാണ് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മളിൽ നിന്ന് പണം കൊണ്ടുപോകാനുള്ള ഒരു സോഴ്സ് മാത്രമാണ്. നമുക്ക് പണം ഉണ്ടാക്കാനുള്ള യാതൊരു കഴിവും ഇവിടെ ആർക്കും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് കുടുംബത്തിൽ നിന്നാണെങ്കിലും സമൂഹത്തിൽ നിന്നാണെങ്കിലും. അല്ലെ, ഇപ്പൊ തന്നെ ഞാൻ എന്താണ് ഇൻകം എനിക്കറിയാം. റിലാക്സ് സോഴ്സും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിങ്ഡം ഈ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ആയിരിക്കും. ഓക്കെ, ഞാൻ ആക്കിയിരിക്കും.